തിരൂരിലെ ഒരു പ്രമുഖ ആശുപത്രിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് പ്രചരിച്ച ഒരു വീഡിയോ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള മറുപടി കൊടുത്ത് കമന്റ് ഇട്ടിരുന്നു. എന്നിട്ടും വീണ്ടും ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും അറിയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ആ വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് ഡയലോഗ് തന്നെ എത്രമാത്രം മോശമായിരുന്നു എന്നുള്ളതാണ്. എന്റെ ഭാര്യയെയും അവളെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയെയും കൊല്ലാൻ ശ്രമിച്ച ഒരു അറവുശാലനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. പറയുന്ന ആരോപണം ഇതാണ്. മാസം പ്രഗ്നന്റ് ആണ്. അവൾ ആ ട്രീറ്റ്മെന്റിന് വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ അതിൽ എഴുതിയിട്ടുള്ളത് ഇത് ഇടവിട്ട ദിവസങ്ങൾ കഴിക്കാന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ളത് ഓരോ ദിവസം കഴിക്കാന്നുള്ളതാണ്. അത് പ്രകാരം ഞങ്ങൾ 4 ദിവസം തുടർച്ചയായി മരുന്ന് കുടിച്ചു. അവൾക്ക് ബ്ലീഡിംഗ് ഉണ്ടായി. 2ാം മാസം ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ 4500 രൂപയുടെ മരുന്നാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. മരുന്നിന്റെ ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുന്ന ഓരോ രോഗികളെയും വിറ്റോണ്ടിരിക്കുകയാണ്. ഇതിന്റെ സത്യാവസ്ഥ ഡോക്ടർ ഇടവിട്ട് കഴിക്കേണ്ട ടാബ്ലറ്റ് ഫാർമസിയിൽ നിന്ന് ഡെയിലി ആയിട്ട് എഴുതി കൊടുത്തു. അതൊരു വീഴ്ച തന്നെയാണ്. ഫാർമസിസ്റ്റ് കറക്റ്റ് ആയിട്ട് നോക്കി കൊടുക്കേണ്ടതാണ്. പക്ഷെ അതുകൊണ്ടാണ് ബ്ലീഡിംഗ് ഉണ്ടായതെന്നും അബോർഷൻ ഉണ്ടായതെന്നും വരുത്തി തീർക്കുന്ന രീതിയിലാണ് വീഡിയോ പോകുന്നത്. എന്നാൽ ആക്ച്വലി ഈ ടാബ്ലറ്റ് പ്രൊജസ്ട്രോൺ ആണ്. പ്രഗ്നൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ടാബ്ലറ്റ് ആണ്. അത് ഇടവിട്ട് കൊടുക്കുന്നതിനേക്കാളും ഡെയിലി കഴിക്കേണ്ടതും ഈവൻ ട്വൈസ് ഡെയിലി കഴിച്ചാൽ പോലും നല്ലതാണ്. സാധാരണ രീതിയിൽ പ്രിസ്ക്രിപ്ഷൻ അങ്ങനെ പോകുന്നത് കൊണ്ടായിരിക്കാം ഫാർമസിസ്റ്റ് ഒരു പക്ഷെ ശ്രദ്ധിക്കാതെ അങ്ങനെ കൊടുത്തത്. പക്ഷെ അതിനെ ന്യായീകരിക്കുന്നില്ല. അതുകൊണ്ടല്ല ഈ പ്രോബ്ലം ഇന്നിരിക്കെ കൊല്ലാൻ ശ്രമിച്ചുള്ള രീതിയിലൊക്കെ വീഡിയോ ഇടുന്നത് വളരെ മോശമാണ്. കാരണം ഒന്നും അറിയാത്ത, മെഡിക്കൽ നോളജ് ഇല്ലാത്ത ഒത്തിരി പേര് ഇത് കാരണം തെറ്റിദ്ധരിക്കപ്പെടാം. ആർക്കും ഒരു ഹാം ഉണ്ടാക്കാത്ത രീതിയിൽ വന്ന ഒരു ഹ്യൂമൻ എററിന്റെ പേരിൽ ഒരു ഹോസ്പിറ്റലിനെയും മെഡിക്കൽ പ്രൊഫഷനെയും മൊത്തം കരിവാരി തേക്കുന്നത് കറക്റ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് 2 മാസത്തെ ഗർഭത്തിന് 4000 രൂപയുടെ മരുന്ന്. അതേ വീഡിയോയുടെ താഴെ തന്നെ പലരും കമന്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ട്, അവിടെ അയണും കാൽഷ്യവും മാത്രമേ തന്നിട്ടുള്ളൂ എന്നൊക്കെ. എല്ലാ പ്രഗ്നൻസിയും സെയിം അല്ല. പ്രൊട്ടക്റ്റീവായിട്ട് പ്രൊജസ്ട്രോൺ കൊടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ എന്തോ ഒരു റിസ്കി മാറ്റർ അവിടെ ഉണ്ട്. അകത്ത് ബ്ലീഡോ അല്ലെങ്കിൽ പേഷ്യന്റ് ബ്ലീഡിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഈവൻ ഇഞ്ചക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസിക്ക് മാനേജ് ചെയ്യാൻ കൊടുക്കുന്ന ഡ്രഗ്സിന് ചിലപ്പോൾ അത്രയും പൈസ ആയേക്കാം. അതിന് വെറുതെ ഒരു 2 മാസത്തെ പ്രഗ്നൻസിക്ക് ഇത്രയും മെഡിസിൻ എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഇടുന്നത് ശരിയാണോ? പിന്നെ ഡെയിലി കൊടുക്കുന്നതിന് വരെ ഇടവിട്ട ഡോക്ടർ ടാബ്ലറ്റ് എഴുതിയിരിക്കുന്നത് പോലും കുറച്ച് പൈസയെങ്കിലും ലാഭം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ലേ. അവരെ പറ്റിയാണ് ഈ അറിവെന്നൊക്കെ പറയുന്നത്. അത് പൂട്ടിച്ച സമാധാനമാവും. സത്യം പറഞ്ഞാൽ ഞാനും ഈ സ്ഥാപനവും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. പൊളിറ്റിക്സ് ആണ്, സപ്പോർട്ടാണെന്നൊക്കെ പറയുകയാണെങ്കിൽ ആ രീതിയിൽ പോലും എൻ്റെ ചിന്തകൾ എതിർവശത്തേക്കാണ്. അതുകൊണ്ട് പറയുന്നതല്ല. അതിൽ പലരും കമന്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. എൻ്റെ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് 5 ദിവസം കടന്നപ്പോൾ 10,000 രൂപയായി, 7 ദിവസം കടന്നപ്പോൾ 35,000 രൂപയായി. 7 ദിവസമൊക്കെ ഒരു കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്ത് കിടത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ ഉണ്ടായിട്ടായിരിക്കില്ലേ? ഒരു ബില്ല് വെച്ചിട്ട് മാത്രം എങ്ങനെയാണ് അവിടെ കൊലപാതകമാണെന്ന് പറയുന്നത്? പിന്നെ എന്തെങ്കിലും കമന്റ് ഇട്ടാൽ താഴെ വന്ന് നിങ്ങളുടെ ഫാമിലിയിൽ വരുമ്പോഴേ ഇങ്ങനത്തേക്ക് അറിയുള്ളൂ, നിങ്ങളുടെ കുഞ്ഞിന് ഇങ്ങനെ സംഭവിക്കണം തുടങ്ങിയിട്ടുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിൽ കമന്റ്സ് ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെക്കാളും കൂടുതലായിട്ട് ഈ ഇമോഷൻസ് ഇത്തിരിയെങ്കിലും ഉള്ളത് മെഡിക്കൽ പ്രൊഫഷണൽസിന് മാത്രമാണ്. നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ഒരു പനിയായിട്ട് ഒരു ആശുപത്രിയിൽ വന്ന് കാണിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഡോക്ടർ അവിടെ അയ്യോ അപ്പുറത്തെ ആളുടെ അച്ഛൻ്റെ ഹാർട്ട് അറ്റാക്ക് നോക്കുകയല്ലേ, അയ്യോ അവർക്ക് ആക്സിഡന്റ് അല്ലേ, നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അവരുടെ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളെയും ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ കണ്ടിട്ടില്ല. എല്ലാവരും സ്വാർത്ഥരാണ്. സ്വന്തം അച്ഛനെ നോക്കണമെന്ന് മാത്രമേ എൻ്റെ അടുത്ത് വന്ന് പറയാം. തെറ്റുകൾ ആർക്കും സംഭവിക്കാം, പിഴവുകൾ ആക്സെപ്റ്റ് ചെയ്യാം. ആ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ ഇട്ട് കൊടുത്തത് വലിയൊരു തെറ്റാണ്. ആ പിഴവ് അവർ പോലും ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എല്ലാവരും തുല്യർ തന്നെ.